ഈശ്മിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോംസി. മമ്മി, എൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞ്. ഞങ്ങൾ കോനൂർ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകാന്ന് വരുന്നു. മമ്മിയാണ് ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 2019 ഫെബ്രുവരി 27 അതുപോലെ തന്നെ ഹസ്ബൻഡ് അതിന് ശേഷം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്, ഞാനും ഹസ്ബൻഡും കുഞ്ഞും. ഞങ്ങളുടെ മെയിൻ നിയോഗം എന്ന് പറയുന്നത്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 4.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ തുടക്കത്തിൽ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം മമ്മി പറഞ്ഞു നമുക്കിവിടെ ഒന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് മമ്മി ഒന്ന് ഉടമ്പടി എടുത്തു. അതുപോലെ തന്നെ ഹസ്ബൻഡ് ലീവിന് വന്നപ്പോൾ ഹസ്ബൻഡ് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതുപോലെ എനിക്ക് PCOD ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്ത് ഹസ്ബൻഡ് തിരിച്ച് ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ വെച്ചിട്ട് പറ്റുമായിരുന്നു. ഉപ്പ് ഞങ്ങളുടെ ഭക്ഷണത്തിലിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വയറുവേദനയൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. PCOD ഉള്ളതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് വരാറും ഒക്കെ ഉണ്ടാവായിരുന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഇതിങ്ങനെ കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഉറപ്പുമില്ല മനസ്സിൽ, എന്നാലും ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ UPT നോക്കി. അപ്പോൾ അത് പോസിറ്റീവായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ തെറ്റായിരിക്കും. ഓക്കെ, ഞാനത് ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. വീണ്ടും ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒരെണ്ണം നോക്കി, അതും പോസിറ്റീവ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു ചിലപ്പോൾ തെറ്റായിരിക്കും, കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വിശ്വാസം അത്രയും സ്ട്രോങ് ആയിരുന്നില്ല. അത് കഴിഞ്ഞ് മമ്മിയോട് വീണ്ടും പറഞ്ഞു. മമ്മിയോട് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ആരോടും പറഞ്ഞില്ല. മമ്മി പറഞ്ഞു മോളെ ഉറപ്പായിരിക്കും, മാതാവിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, മാതാവ് നമുക്ക് അനുഗ്രഹം തരുന്ന ഉറപ്പ്, ഈശോട് പറഞ്ഞ അനുഗ്രഹം തരുന്ന ഉറപ്പാണ്, മോള് ഡോക്ടറെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ട് 8 ആഴ്ചയപ്പോൾ സ്കാൻ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. മാതാവിന് ഒരായിരം നന്ദി പറയണു. കാരണം ഞങ്ങൾക്ക് വിശ്വസിക്കാത്ത രീതിയിൽ കറക്റ്റ് സമയത്തിന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് മാതാവ് ഈശോട് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം തന്നു. അത് കഴിഞ്ഞ് 5 മാസം വരെ കുഴപ്പമുണ്ടായില്ല. ഞാൻ ജോലിക്ക് പോകുമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. 5 മാസത്തിൻ്റെ സ്കാനിങ്ങിനായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കാനിങ്ങിൽ യൂട്രസിന് കട്ടി കുറവാണ്, കുഞ്ഞിറങ്ങി വന്ന പോലെ തോന്നണമെന്ന് പറഞ്ഞ് എമർജൻസി ആയിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു വിട്ട് കഴിഞ്ഞപ്പോൾ അപ്പോഴും ഞങ്ങൾക്കൊരു സീരിയസ്നെസ് തോന്നിയില്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സ്റ്റിച്ച് പോലെ ഇടണം, റെസ്റ്റ് എടുക്കണം, കിട്ടോ ഇല്ലെന്ന് ഉറപ്പില്ല, ഹൈ റിസ്ക്കായി. ഒരു കുഴപ്പമില്ലാണ്ട് പോയത് ഹൈ റിസ്ക്കായി. അപ്പം മമ്മിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, മമ്മി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മമ്മി പറഞ്ഞു മോളെ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന കുഞ്ഞാണ്, നമുക്ക് എന്തായാലും ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു, നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എനിക്ക് സ്റ്റിച്ച് ഇട്ടു, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷേ അവിടെ ഞാനും ഹസ്ബൻഡും ഒറ്റയ്ക്കായിരുന്നു. ഇതുപോലെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പോയി. പിന്നെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല, റെസ്റ്റിലായിരുന്നു. പക്ഷേ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ, മാതാവ് തന്ന കുഞ്ഞാണ്, മാതാവ് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന കുഞ്ഞാണ്, എന്തായാലും നമ്മുടെ കയ്യിൽ സേഫായിട്ട് എത്തുമെന്ന്. അതുപോലെ മമ്മിക്ക് അതുപോലെ തന്നെ അവിടേക്ക് വരാൻ പറ്റി, കാരണം എനിക്ക് റെസ്റ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മമ്മി അതുപോലെ കറക്റ്റ് സമയത്തിന് എല്ലാം ഒരു തടസ്സം ഇല്ലാണ്ട് അവിടേക്ക് വരാൻ പറ്റി. ഹസ്ബൻഡിന് ജോലിക്ക് കണ്ടിന്യൂസ് പോകാൻ പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ മമ്മി അങ്ങനെ ഫുൾ ടൈം ഹെൽപ്പിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ അപ്പോയിൻമെൻറ്റിനൊക്കെ പോകുമ്പോൾ ഡോക്ടർ പറയായിരുന്നു റിസ്ക് ആണെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഞാനും മമ്മിയാണെങ്കിലും കൈവിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കായിരുന്നു. മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയത്ത് എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാത്തതിനുണ്ട്. അതുപോലെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ TV യിലിട്ട് കണ്ടിന്യൂസ് കാണുമായിരുന്നു. അങ്ങനെ 2024 ഫെബ്രുവരി 11 ദൈവം അനുഗ്രഹിച്ച് ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെ ഞങ്ങൾക്ക് മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നു. അതുപോലെ പിന്നെ വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നേരത്തെ എടുക്കേണ്ടി വരും, നമുക്കൊന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് 37ാമത്തെ ആഴ്ചയിലാണ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യേണ്ടി വന്നോളൂ. പിന്നെ എനിക്ക് നോർമൽ ഡെലിവറി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പെയിൻ സഹിക്കാൻ പറ്റുമോ അതിനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനൊരു സാക്ഷ്യം, ഒരു കുട്ടിയുടെ അടുത്ത് സാക്ഷ്യം കേട്ടപ്പോൾ ആ കുട്ടി ഇതുപോലെ തന്നെ അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്നും അറിയാണ്ട്
നോർമൽ ഡെലിവറിയുടെ കുഞ്ഞുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് നോർമലാണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പെയിൻ സഹിക്കാനുള്ള ശക്തിയില്ല. മാതാവ് എന്നെ ഈശോട് പറഞ്ഞ് എന്താ നല്ലതെന്ന് വെച്ചാൽ കുഞ്ഞിന് ആരോഗ്യത്തോടു കൂടി തന്നെ രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് ഈശോട് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരിക്കും എന്താ പറയുക, അത്ഭുതം പോലെ എനിക്ക് തോന്നണം. കാരണം മമ്മി ഉണ്ടായിരുന്നു കൂടെ, ഹസ്ബൻഡിന് നിൽക്കാൻ പറ്റി കൂടെ. അതുപോലെ ആ റൂമിൽ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഈശോൻ്റെയും മാതാവിൻ്റെയും കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊണ്ടുപോയി എനിക്ക് കാണുന്ന രീതിയിൽ വെച്ചു. നേഴ്സുമാരൊരു തടസ്സം പറഞ്ഞില്ല, അവിടെ ഒരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കൊന്തയും കാശുരൂപം ഉണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് 7 മണിക്കൂറേ ഉണ്ടായുള്ളൂ ഞാൻ പെയിൻ സഹിക്കേണ്ട വന്നോളൂ. പെട്ടെന്ന് എല്ലാം ഡെലിവറി ആയി. ഇവനാണെങ്കിലും വെയിറ്റ് കുറവാണെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ല, ഹെൽത്തി ആയിരുന്നു. ഒരു ദിവസം പോലും വേറെ ICUയിൽ കിടക്കേണ്ട വന്നിട്ടില്ല, ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടം വരെ എന്താ പറയുക, ആ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് കിട്ടോ ഇല്ല എന്നൊക്കെ ഡോക്ടർമാരൊക്കെ ഒത്തിരി ടെൻഷൻ അടിപ്പിച്ചു നമ്മളെ. പക്ഷേ മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ബേബീനെ തന്നെ തന്നു. എൻ്റെ പേര് എഡ്വേർഡ് എന്നാണ്. അവന് 11 മാസം. അടുത്ത ദിവസങ്ങൾ അവൻ്റെ മാമോദീസയാണ്. അപ്പോൾ മാതാവിന് 1000 നന്ദി പറയണു. അതുപോലെ തന്നെ ഇവന് 2 മാസമായ സമയത്ത് ഇതുപോലെ കുഞ്ഞിന് പാല് കൊടുത്ത് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് എണീറ്റു. നോർമൽ കരച്ചിൽ പോലെ ആയിരുന്നില്ല, ഒത്തിരി കരച്ചിലും അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ ചുമക്കലും. പിന്നെ പെട്ടെന്ന് അവൻ റെസ്പോൺസ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ആംബുലൻസ് വിളിച്ചു. അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് ഞങ്ങളാകെ പേടിച്ചു. കറക്റ്റ് രാത്രി ഒരു 3 മണി സമയമായിരുന്നു. മമ്മി പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ രൂപമുണ്ട് ഞങ്ങളുടെ അവിടെ, കൃപാസന മാതാവിൻ്റെ. അതുപോലെ തന്നെ തൈലം എടുത്തുകൊണ്ട് വന്നിട്ട് മമ്മി മാതാവിൻ്റെ മുമ്പിൽ മുട്ടും. എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ ആ സമയത്ത് പറ്റിയില്ല. ആ സമയത്ത് ഞാനും ഹസ്ബൻഡും തളർന്നിരിക്കുകയായിരുന്നു. അവനെ എൻ്റെ കൂടെ ഇങ്ങനെ കരഞ്ഞിതായിരുന്നു. അപ്പോൾ മമ്മി പെട്ടെന്ന് വേഗം മാതാവിൻ്റെ അടുത്ത് മുട്ടുത്തി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ തൈലെടുത്ത് കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിച്ചു വരച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും കുഞ്ഞ് നോർമലായിട്ട് കരഞ്ഞു. ഞങ്ങളപ്പോൾ ആംബുലൻസ് സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിങ്ങനെ അവിടെ എത്തണവരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കുഞ്ഞെങ്ങനെയാണ്, കുഞ്ഞിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്, ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അവർ ഓരോന്ന് പറയും കുഞ്ഞിനെ ചരിച്ച് കിടത്തുന്നൊക്കെ. അതൊക്കെ ചെയ്തിട്ടും അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ മമ്മി കുടുംബെടുത്തായാലും പ്രാർത്ഥിച്ച് ഒരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ചെയ്തു. അപ്പോൾ പിന്നെ ആംബുലൻസ് സ്റ്റാഫ് വന്ന് അവർ പറഞ്ഞ എന്തായാലും ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു 12 മണിക്കൂർ ഒബ്സർവേഷനിലിരുത്തി. പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല, ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. പിന്നെ അതുവരെ ഇന്ന് വരെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ മാതാവിന് വീണ്ടും നന്ദി പറയാണ്. മാതാവിന് തന്ന കുഞ്ഞാണ്. അപ്പോൾ മാതാവ് ഒരു അബദ്ധം വരുത്താണ്ട് അവനെ ദൈവിക ചൈതന്യം തന്നെ വളർത്താൻ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളവിടെ ഓസ്ട്രേലിയയിലായിട്ട് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് ഒന്നുമില്ല ഞങ്ങൾക്ക്. ഒത്തിരി കടമൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ അവിടേക്ക് ഓസ്ട്രേലിയക്ക് ചെല്ലുന്ന ഹസ്ബൻഡ് അവിടെ പഠിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ആഗ്രഹം മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചു. നമുക്കറിയാം ഇപ്പോഴൊന്നും നടക്കില്ല എന്നറിയാം. അപ്പോൾ മമ്മിയും ഉടമ്പടിയിൽ സമർപ്പിച്ചു മക്കൾക്കൊരു ഭവനം എന്നുള്ള രീതിയിൽ. അതിനുശേഷം കൊറോണ വന്ന് അറിയില്ല, ഞങ്ങൾക്ക് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ സാമ്പത്തികമായിട്ട് ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ വീട് മേടിക്കാനുള്ള ഓരോ സാഹചര്യങ്ങൾ ഒരുക്കി കൊണ്ടുവരായിരുന്നു മാതാവ്. കൊറോണ വന്നപ്പോൾ അവിടുത്തെ സിറ്റീസിന് ഞങ്ങൾക്ക് കുറച്ച് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം കിട്ടി. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട് മേടിക്കാനായിട്ട് ഹെൽപ്പൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾക്കറിയാത്ത രീതിയിൽ ഞങ്ങളെക്കൊണ്ട് നിർബന്ധിപ്പിക്കുകയാണ്, ഓക്കെ വീട് മേടിക്കുന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു കൂട്ടുകാരനെ സഹായിച്ചു. ആ കൂട്ടുകാരന് ഇതുപോലെ കുറച്ച് പൈസ കൊടുത്ത് ഞങ്ങളങ്ങനെ ഡെപ്പോസിറ്റ് ഇട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വീട് മേടിക്കാനും വീട് പണിത് അങ്ങനെ നല്ലൊരു ഭവനം ഞങ്ങൾക്ക് മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിത്തന്നു. 2021 ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ അതാണ് വേറൊരു അത്ഭുതം. പിന്നെ മൂന്നാമത്തെ കാര്യം, അത് കുറച്ച് മുമ്പ് നടന്നതാണ്. ഞാൻ ഓസ്ട്രേലിയ ചെന്നിട്ട് ഞാൻ നേഴ്സായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഞാൻ അവിടെ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും കൂടുതൽ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവിടെ തുടക്കത്തിൽ ഒരു കോഴ്സ് മാത്രം ചെയ്താൽ മതിയായിരുന്നു. പിന്നെ അതിനുശേഷം എക്സാമുകളാക്കി. അപ്പം എല്ലാം ഞാൻ ചെല്ലുമ്പോൾ എല്ലാം മാറ്റം വന്ന പോലെ, എനിക്ക് കുറേ തടസ്സങ്ങൾ വന്ന പോലെ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മമ്മി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അതുപോലെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ ലാസ്റ്റ് ഒരു എക്സാം, ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് ഓസ്കി. കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് എഴുതണം. ഓസ്ട്രേലിയയിൽ തന്നെ വേറൊരു സ്റ്റേറ്റിൽ. അപ്പോൾ കൊറോണ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ശേഷം ഇതുപോലെ അവിടെ കൊറോണ ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം എക്സാം എഴുതാം. ഞങ്ങളുടെ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് അവിടെ പോയിട്ട് എക്സാം എഴുതാം. അതുപോലെ ഞാൻ ഒറ്റയ്ക്ക് പോയി. ഞാൻ മാതാവിൻ്റെ ഫോട്ടോ കൊണ്ട് പോയത്. അന്ന് വിശ്വാസത്തോടെ ഒന്നല്ല പോയത്. ഞാൻ ഒരു ഫോട്ടോ എടുക്കണ്ടേന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കാൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുക. മാതാവിൻ്റെ ഫോട്ടോ എടുത്തു. അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു.
എക്സാമൊക്കെ നല്ല പാടായിരുന്നു. എനിക്ക് ഉറപ്പാണ് ഞാൻ പാസ്സാവില്ല എന്ന്. കാരണം 10 സ്റ്റേഷനുണ്ട്. എല്ലാം നമ്മൾ ഒരു അവിടെ നേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യണം അതുപോലെ പെർഫോം ചെയ്യണം. അപ്പോൾ മര്യാദയ്ക്ക് ഒരുങ്ങാനൊന്നും പറ്റിയില്ല. കാരണം അവിടെ ആ സമയത്ത് തുടക്കത്തിലുള്ള പ്രോസസ്സിങ് ആയതുകൊണ്ട് അങ്ങനെ ക്ലാസ്സുകളൊന്നും ഇല്ല, സ്റ്റാർട്ട് ചെയ്ത് വന്നോളൂ. അപ്പോൾ സ്വയമായിട്ട് പഠിച്ച് കുറച്ചൊക്കെ കൂട്ടുകാർ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പോയത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമമൊക്കെ ആയിരുന്നു, പാസ്സാവില്ല എന്ന് ഉറപ്പായിരുന്നു. അപ്പോഴും മമ്മി എന്നെ ഇങ്ങനെ മമ്മി ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. മമ്മി പറഞ്ഞു, മോളെ നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, മാതാവ് ഈശോട് പറഞ്ഞ് നിനക്ക് സാധിച്ചു തരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സാവാൻ പറ്റി. അതും വലിയൊരു അത്ഭുതമാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു പൊസിഷനിൽ നിൽക്കാനും പറ്റി. അതിന് മാതാവ് തിരുക്കുമാരനോടും ഞാൻ 1000 നന്ദി പറയണു. പിന്നെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലിയും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥന കുറവായിരുന്നു. മെയിനായിട്ട് കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടായില്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ വരും. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ ജോലിയായിരിക്കും. അപ്പം അങ്ങനെ കുടുംബ പ്രാർത്ഥന കുറവായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് വന്ന ശേഷം ഹസ്ബൻഡിനും പ്രാർത്ഥിക്കണം എന്നൊരു ഇതായി. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പിന്നെ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കുടുംബ പ്രാർത്ഥന കണ്ടിന്യൂസ് എത്തിച്ചു. അത് തന്നെ ഞങ്ങൾ എത്തിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ട്. എന്നാൽ സമയം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കത്തുമില്ല. അപ്പോൾ മമ്മിയും പപ്പയും പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഓക്കെ സമയമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റിയത് ഇതുപോലെ ഉടമ്പടി എടുത്ത ശേഷമാണ്. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഹസ്ബൻഡിന് കഴിയാവുന്ന രീതിയിൽ ഇവിടെ നാട്ടിൽ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ അവിടെ തന്നെ ഇതുപോലെ നമ്മുടെ കൂട്ടുകാരിൽ തന്നെ നമുക്കവിടെ സമയമില്ല ആർക്കും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആർക്കും സമയമില്ല. സമയമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ പറ്റുന്ന രീതിയിൽ ഉടമ്പടി എടുത്ത ശേഷമാണ് അങ്ങനെ ചെയ്യണം എന്ന് തന്നെ ഒരു ചിന്ത മനസ്സിൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ എനിക്ക് ഈ സമയം ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം റെസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാനായിട്ട് പറ്റാറുണ്ട്. പിന്നെ അതുപോലെ ഇതുപോലെ പ്രഗ്നൻസി സമയത്ത് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റിയത് ഞങ്ങൾ വന്നിട്ട് 2 ആഴ്ച ആവണുള്ളൂ. വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ തന്നെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയണു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഒത്തിരി ഞെരുക്കങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ മോളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ഒത്തിരി മാതാവും തിരുക്കുമാരനും ഒത്തിരി ഞങ്ങളെ സഹായിച്ചു. ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് സാധിച്ചു തന്നു. എന്നുവെച്ചാൽ സാമ്പത്തികമായിട്ടായാലും ഒത്തിരി കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നായാലും ഞങ്ങൾ മോചിപ്പിച്ചു. പിന്നെ മക്കളുടെ പഠനത്തിലായാലും പിന്നെ കൂടാതെ മോൻ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ആദ്യത്തെ സെമ്മിൽ 4-5 പേപ്പറിനങ്ങാണ്ട് സപ്ലി ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഈ ഉടമ്പടി നിയോഗം വെച്ചായിരുന്നു. പിന്നെ മുതൽ പിന്നെ അവൻ എല്ലാ സെമ്മിലും എല്ലാ പേപ്പറിനും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവൻ പാസ്സായി. പിന്നെ MBAക്ക് അവന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു. എന്നിട്ട് അവൻ MBAക്ക് പോയിരുന്നു. ആദ്യം അവൻ പറഞ്ഞു, എനിക്ക് പറഞ്ഞിട്ടുള്ള കേസല്ല ഇത്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെമ്മിന് അവൻ ഇതുപോലെ തന്നെ സപ്ലി വന്നായിരുന്നു 4 പേപ്പറിനങ്ങാണ്ട്. അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ കൊടുത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം അവനോട് ഞാൻ പറഞ്ഞു, മോനെ ഈശോ മോന് തന്ന ഒരു ഇതാണ്, നീ അത് മനസ്സാ സ്വീകരിക്കുന്നു പറഞ്ഞു. മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ഈശോയോട് അവനെ മക്കൾ ചേർത്ത് നിർത്തണേ, ഈശോയോട് ചേർന്ന് അവർ ജീവിക്കാൻ പഠിപ്പിക്കണേ എന്നുള്ള രീതിയിൽ. പക്ഷെ അവൻ അത് കഴിഞ്ഞിട്ട് ഈ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് അവൻ MBA ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവുകയും ചെയ്തു. ഇപ്പോൾ അവന് ദുബായിൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയിൽ നൽകി ദൈവം സഹായിച്ചു. പരിശുദ്ധമ്മയും തിരുക്കുമാരനും സഹായിച്ചു. ഒത്തിരി നന്ദി തിരുക്കുമാരനും മാതാവിനും നൽകുന്നു. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം തിരുവചനം മുതൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചു കെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. ഉടമ്പടിയെടുത്ത് ഉടമ്പടി ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും എന്തേ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ തങ്ങൾക്ക് സംഭവിക്കുന്നു എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നു, സാക്ഷ്യങ്ങൾ നമ്മോട് പറയുന്നു. ദൈവം പ്രഹരിക്കുന്നവൻ, ദൈവത്തിൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. പ്രഹരിച്ചാലും നമ്മോട് കൂടെ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന കർത്താവാണുള്ളത്. ഇവിടെ ജോൺസിയും അതുപോലെ തന്നെ ലിറ്റി എന്ന ഈ മകള്
ഇവർ രണ്ടുപേരും അമ്മയും മകളും ഇവിടെ വന്ന് തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ മകൾ തൻ്റെ ഹസ്ബൻഡിനോടും കുഞ്ഞിനോടുമൊപ്പം അമ്മയോടൊപ്പം നിന്ന് പറയുമ്പോൾ എന്തായിരുന്നു കുഞ്ഞിൻ്റെ അവസ്ഥകൾ, കുഞ്ഞിനെ ലഭിക്കാൻ, അതായത് 4.5 വർഷത്തോളമായി മക്കളില്ലാത്ത അവസ്ഥ. പിന്നീട് തങ്ങൾക്ക് ഉടമ്പടിയിലൂടെ അമ്മയാണ് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതെന്നും അങ്ങനെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്കാനിങ്ങിൽ പിന്നീട് വന്ന ഓരോ റിപ്പോർട്ടുകൾ, തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഓരോ റിപ്പോർട്ടുകൾ വരുമ്പോഴും പിന്നീട് നോർമൽ ഡെലിവറി, ഇതിനൊക്കെ ഓരോന്നിനും ഈ മകള് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നുണ്ട്. മകളും ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ എങ്ങനെയാണ് തൻ്റെ ഓരോ അവസ്ഥകളിൽ ദൈവം തനിക്ക് കൂട്ടായി തുണയായി വന്നത്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, അതൊന്നുകൊണ്ട് മാത്രം തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞും തങ്ങളുടെ വീട്, അതുപോലെ തൻ്റെ പരീക്ഷയിൽ ഓസ്കി എക്സാം, അതിൻ്റെ പല സ്റ്റേഷൻസ് ഉണ്ട്. എന്നാൽ അതൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ താൻ ചെല്ലുമ്പോഴാണ് അവിടെ ഓരോരോ മാറ്റങ്ങൾ വരുന്നതെന്ന് ഈ മകൾ പറയുന്നുണ്ട്. എന്നാലും അവിടെയൊക്കെ അമ്മ എന്നെ സഹായിച്ചു, എനിക്ക് ഈ ഉടമ്പടി എടുത്തത് മൂലമാണ് ഇതിനൊക്കെ കഴിഞ്ഞത്. കുടുംബജീവിതത്തിൽ അതായത് പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ജോലി മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾ എത്രയോ പേര് അവരുടെ ജീവിതത്തിൽ പിന്നീട് ദൈവത്തെ കൂടുതൽ വിളിക്കുവാനും ദൈവസ്നേഹത്തിൽ ദൈവത്തോട് കൂടുതൽ ദൈവത്തിന് വേണ്ടിയിട്ട് സമയമെടുക്കുവാൻ, ഇത് തങ്ങളുടെ ജോലിക്കാര്യം മാത്രമല്ല, ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കേണ്ട സമയം കർത്താവിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം, ആ ഒരു മനോഭാവമൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വന്നു. അങ്ങനെ ഹസ്ബൻഡും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് പിന്നീട് തൻ്റെ മകന് ലഭിച്ച ജോലി സാധ്യതകൾ, അങ്ങനെയെല്ലാം ദൈവകൃപയായിട്ട് ഈ കുടുംബം ഇന്ന് ഇവിടെ നന്ദി അർപ്പിക്കുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.